ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതുപോലെ നിങ്ങളെ പോത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കുക. എൻ്റെ പോത്തിന് ഇതുപോലെ വാലിൽ പൊട്ടിയൊരു മുറി വന്നിട്ടുണ്ട്. അത് വന്നതിന് ഞാൻ ചെയ്തത് എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വരാനുള്ള കാരണം പിന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ പഴയ ആളുകൾക്കും ഒരുപാട് വളർത്തി പരിചയമുള്ള ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയുണ്ടാവും. പക്ഷെ പുതിയ ആളുകൾക്ക് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് തന്ന സംഭവങ്ങൾ ഇതേപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കുക. നിങ്ങളൊക്കെ ചെയ്തത് എന്താണെന്നുള്ളതും ഒന്ന് പറഞ്ഞു തരിക. അതിലൊക്കെ ഒരു 3-4 മാസം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് അപ്പോൾ വാലും തലയും ചെവിയൊക്കെ നല്ല വൃത്തിയിൽ കഴുകി അങ്ങനെ പോകുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു 3 മാസത്തോളം. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് മൊത്തത്തിലൊന്ന് പഠിച്ച് പിന്നെ നമ്മൾ ഐഡിയകൾ കാര്യങ്ങളൊക്കെ വന്നു എങ്ങനെ ഒന്ന് ഫ്രീ ആവാം. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ ഒന്നരാടം കഴുകലായി. ഒന്നരാടം കഴുകി അങ്ങനെ പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കഴുകലായി. അതിൻ്റെ അടിയിൽ പിന്നെ കുളത്തിലൊക്കെ കൊടുന്നിടും വെള്ളത്തിൽ. അപ്പോൾ പിന്നെ ഒരുവിധം ചളികളൊക്കെ പോവും. പിന്നെ ഒരു പോത്തിനെ കുളത്തുനിന്ന് കഴുകാൻ സമ്മതിക്കൂല. ചെറിയ ചണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ കുളത്തുനിന്ന് അങ്ങനെ കഴുകലാണ് ഒന്നിനെ. പക്ഷെ ഒന്ന് കഴുകാൻ സമ്മതിക്കൂല. അങ്ങനെ കുറച്ച് ഒരു ആഴ്ചയിൽ ഒരു വട്ടം വൃത്തിയിൽ കഴുകലായി. ചെവി കഴുകുമ്പോൾ ഒരു ഒന്നരാടം വിട്ട് ചെവിയും തലയും നല്ല വൃത്തിയായിട്ട് കഴുകും. അപ്പോൾ അത് എന്നോട് വേറെ ആൾ വളർത്തുന്ന ആൾ പറഞ്ഞാണ്, എവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ചെവിയും തലയും നല്ല വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യം ഞാൻ നല്ല വൃത്തിയിൽ നോക്കും ചെയ്തു. പക്ഷെ അതിൻ്റെ ഇടയിൽ വാല് നോക്കാൻ മറന്നു. വാലിൻ്റെ കാര്യം ആഴ്ചയിൽ ഒരു പ്രാവശ്യം കഴുകലായി. പിന്നെ അങ്ങനെ നിൽക്കെ ഒരു പ്രാവശ്യം ഉരക്കുമ്പോൾ വാലിൽ ചെറിയ കറുത്ത കുരു. അങ്ങനെ അത് കണ്ട് കഴുകി ഉരച്ച് ബ്രഷ് എടുത്ത് ഉരച്ചിട്ടൊന്നും സാധനം പോകണില്ല. അടുത്ത ആഴ്ച കാണുമ്പോൾ അത് കൂടുതലായി വരും. അങ്ങനെ പിന്നെ ഞാനത് എഴുതി അങ്ങനെ പോയിക്കോളും, ഉരച്ചിട്ടും പോകണ്ടേ. അങ്ങനെ ആ കറുത്ത കുരു വലുതായി വന്നു. വലുതായി വന്നതിന് ശേഷം അവിടെ നടുവിൽ ആണ് പൊട്ടി. നടുവിൽ പൊട്ടിയതിന് ശേഷം അവിടെ ഒരു പഴുത്ത് മുറിയായി. ചാണകത്തിലും ചാടും, മൂത്രമൊഴിക്കണ വെള്ളത്തിൽ നിൽക്കും. പിന്നെ മഴ പെയ്യുമ്പോൾ മഴൻ്റെ ഇതിൽ കിടക്കുമ്പോൾ തൊഴുത്തിൻ്റെ ബാക്കിലുള്ള ചളിയിൽ അതിലും കിടക്കും. അപ്പോൾ ഒരു പോത്തിന് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് നോക്കുമ്പോൾ അതാണെങ്കിൽ വലിയ മുറിയാവും ചെയ്തു. നേരെ പോയി മൃഗാശുപത്രിയിൽ നിന്ന് ഡോക്ടറോട് ഫോട്ടം കാണിച്ച് മരുന്ന് വാങ്ങിപ്പോന്നു. തേക്കാനെല്ലാം മരുന്ന് കേട്ടോ, ഓയിൽമെൻറ്റ് തേച്ചിട്ടൊന്നും ഒരു മാറ്റമില്ല. നേരെ പിന്നെ വെറ്റിനറി മെഡിക്കൽ ഷോപ്പില്ലേ അവിടെ പോയി, നമ്മളറിയുന്ന നമ്മളവിടുന്ന് സാധാരണ ഗുളികകളും കാര്യങ്ങളും നമുക്ക് വാങ്ങലുണ്ട്. അവിടുന്ന് വാങ്ങിച്ചുള്ള ഒരു ലോഷനാണിത്. അതുപോലെ ഒരു ഗുളികയും തന്നു. ലോഷന് അത്യാവശ്യം 160 റുപ്യോളം വരുന്നുണ്ട്. അതുപോലെ ഈ ഗുളികയും ആഴ്ചയിൽ 2 പ്രാവശ്യം കൊടുക്കാൻ പറഞ്ഞു. ഒരു ഗുളിക കൊടുത്തപ്പോൾ തന്നെ നല്ല മാറ്റം വന്നു. ഗുളിക കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്തുള്ള കറുപ്പ് പോകലെടുത്തി. ബ്രഷ് ഇട്ട് വരക്കുമ്പോൾ തന്നെ ആ ഒരു ഭാഗം ക്ലിയർ ആകലെടുത്തി. ഓരോന്ന് കുറച്ച് ഇങ്ങനെ പോരൽ തൊടുത്തി ആ കറുത്ത ഭാഗം. മുറി ഉണങ്ങുകയും ചെയ്തു. പിന്നെ നല്ല വൃത്തിയിൽ കൈകൾ തുടത്തി. അതാണ് എനിക്കുണ്ടായൊരു സംഭവം. ഞാനത് വാല് പൊട്ടണ വരെ സംഭവിക്കാം ചിലപ്പോൾ. അത്ര നല്ല മുറി ഉണ്ടായിരുന്നു. കാരണം ഇതിപ്പോൾ ലോഷൻ തേച്ചിട്ട് മരുന്ന് തേച്ചിട്ട് മാറ്റം വന്നതാണ് ഈ കാണുന്നത്. ഇതൊരു വലിയൊരു മുറി ഉണ്ടായിരുന്നു, പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കേൾക്കുമ്പോൾ വാല് വൃത്തിയായിട്ട്, വാലും ചെവിയും തലയും വൃത്തിയായിട്ട് കേൾക്കണം. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ അത്ര വലിയ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിലും ഇതുപോലെ മുറി വന്നുകൊണ്ട് വാല് പൊട്ടാൻ വരെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഇതെന്താ വെച്ചാൽ പോലെ എപ്പോഴും വാല് വീശി അടിക്കണതും 2 ഭാഗത്തുണ്ടായിരുന്നു കേട്ടോ, ഒരു ഭാഗത്തൊന്നല്ല 2 ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഒറ്റ ഗുളിക വെച്ചാൽ ഈ ഗുളിക കൊടുക്കുമ്പോൾ നേരെ പോലെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഒരു ഫസ്റ്റ് ദിവസം കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ 2ാമത്തെ ദിവസം പോലെ ബോഡിയിൽ അതിൻ്റെ എഫക്റ്റ് കാണിക്കുന്നില്ലതാണ്. പിന്നെ ഈ ലോഷൻ തേച്ചപ്പോൾ ഏതായാലും പെർഫെക്റ്റ് ആയി. പെട്ടെന്ന് അതിൻ്റെ ഭാഗം ക്ലിയർ ആകാൻ തുടങ്ങി. ഇതിൽ ശ്രദ്ധിക്കാറുള്ളത് കഴുകുമ്പോൾ വാലും ചെവിയും തലയും വൃത്തിയായിട്ട് കഴുകുകയാണ്. ബാക്കിയും കഴുകണം. കഴുകി വൃത്തിയാക്കണം തന്നെയാണ് ഏറ്റവും നല്ലത്. അത് വൃത്തിയിലാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബോഡി കെയറും പോത്തിന് തന്നെ മാറ്റങ്ങൾ വരും, ശരീരം വെക്കും, അതൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗമൊക്കെ ഉണ്ട്, ക്ലിയറാണ്. പക്ഷേ സമയത്തിൻ്റെയും നമ്മുടെ ടൈമിൻ്റെയും അതിൻ്റെ ഇടയിൽ ഫ്രീ ആകുന്ന സമയത്ത് കഴിക്കണവർക്കും ഒക്കെ ഫ്രീ അല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നരാടം കൂട്ടി കഴുകുക എന്നുള്ളത് തന്നെയാണ്. വൃത്തിയിൽ കൊണ്ടു നടക്കുമ്പോൾ പോത്തിൻ്റെ വൃത്തിയിൽ പോത്തിൻ്റെ ബോഡിക്ക് അത് എഫക്റ്റ് ചെയ്യും, ബോഡി കെയറും അതൊക്കെ 100% സത്യമാണ്. നല്ല വൃത്തിക്കുള്ള പോത്ത് കാണാനും നമ്മൾ കേകി വരുമ്പോൾ അതിൻ്റെ കറുപ്പ് അറിയുന്നത്, അതിൻ്റെ ബ്ലാക്ക് വേറൊരു ത്രില്ലാണ്. കാരണം ടോപ്പാണ് കേകി വൃത്തിയിൽ കൊണ്ടു നടക്കുമ്പോൾ. അപ്പോൾ നമ്മൾ മയത്തൊക്കെ കുളത്തുനിന്ന് കഴുകിയിട്ട് കയറി നിൽക്കുമ്പോഴൊക്കെ അതൊക്കെ ഭയങ്കര, അതിൻ്റെ കറുപ്പ് കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആണ്, ടോപ്പാണ്. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ ഒന്ന് സപ്പോർട്ട്